കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിട്ട സംസ്ഥാന സർക്കാർ. കെ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് നടപടി. നവീൻ ബാബുവിന്റെ സഹധർമ്മിണി തിരുവനന്തപുരത്ത് വന്ന് അവർ CBIക്ക് വിടണമെന്നുള്ള പരാതി അപേക്ഷ നൽകിയിരുന്നു. അത് മുഖ്യമന്ത്രി എനിക്കുമാണ് പരാതി നൽകിയത്. ഞങ്ങൾ ആലോചിച്ച് അക്കാര്യത്തിൽ തീരുമാനമെടുക്കും. അതോടൊപ്പം തന്നെ പുതിയ കുറേ കാര്യങ്ങൾ അവർ അപേക്ഷയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ പരിശോധിക്കാൻ ഞാൻ DGPക്ക് അവരുടെ പരാതി നൽകിയിട്ടുണ്ട്. സർക്കാർ തീരുമാനത്തെ നവീൻ ബാബുവിന്റെ കുടുംബം സ്വാഗതം ചെയ്തു. വളരെയധികം ആശ്വാസകരമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിവേദനം നൽകാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയും നേരിൽ കണ്ടിരുന്നു. അന്നേരം വളരെയധികം പോസിറ്റീവായിട്ടുള്ള പ്രതികരണമായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന്. ഇത്രയും പെട്ടെന്നൊരു നടപടിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. വളരെയധികം സന്തോഷമുണ്ട്. വളരെയധികം പോസിറ്റീവായിട്ടാണ് CMന്റെയും ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും ഭാഗത്തു നിന്നുണ്ടായത്. നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. CBI അന്വേഷണം നടക്കട്ടെ. ഞങ്ങൾ ഇപ്പോൾ ഓൾറെഡി CBI ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു 30-ലേറെ പോയിന്റുകൾ, ഒരുപാട് ഡിഫക്റ്റുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതൊക്കെ തന്നെ അന്വേഷിക്കണം. ഇതൊക്കെ തന്നെ എന്തായാലും CBI ഒരു പുതിയ അന്വേഷണ സംഘം വരുവാണെന്നുണ്ടെങ്കിൽ അവർ അതെല്ലാം തന്നെ കളക്ട് ചെയ്ത് അന്വേഷിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ്. വളരെ നീതിയുക്തമായിട്ട് അന്വേഷിക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. തീർച്ചയായിട്ടും നമുക്കും അത് ആവശ്യമാണ്. എല്ലാ മരണകാരണം ഉൾപ്പെടെ ഞങ്ങൾ ഒരുപാട് സംശയങ്ങൾ ഉന്നയിച്ചിരുന്നതാണ് തുടക്കം തൊട്ട്. അതെല്ലാം അന്വേഷണത്തിന്റെ പരിധി വരണം. ശരിയായ റിസൾട്ട് ഞങ്ങൾക്ക് വേണം. CBI അന്വേഷണം കോടതി തള്ളിയതാണെന്നും നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്നും CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. സർക്കാരിൻ്റെ തീരുമാനം രാഷ്ട്രീയ പ്രേരിതമായ ഒന്നാണ് എന്നാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഹൈക്കോടതിയിൽ നേരത്തെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയിരുന്നു. അത് ഹൈക്കോടതി തള്ളിയതാണ്. അതിനുശേഷം സുപ്രീം കോടതിയിൽ അപ്പീലും നൽകി. ആ അപ്പീലും ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി തള്ളിയതാണ്. ആര് പറഞ്ഞ് കുടുംബത്തിനപ്പുറം ഇപ്പം പാർട്ടി ഇല്ലയെന്ന്? ഞങ്ങൾക്ക് എന്തിനാണ് ആശങ്ക? ആര് വന്നാലും ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾക്ക് ആശങ്കൻ്റെ പ്രശ്നം എന്താ? 2024 ഒക്ടോബർ 15-നാണ് കെ നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തിയത്. CPIM നേതാവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന PP ദിവ്യയാണ് കേസിലെ ഏക പ്രതി. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരം ചെയ്യുന്നു. ഷഫീദ്, പോലീസ് അന്വേഷണത്തിൽ ബിനാമി ഇടപാടടക്കമുള്ള ചില സംശയങ്ങൾ കുടുംബം ഉന്നയിച്ചിരുന്നു. ആ സംശയങ്ങളിലേക്ക് അന്വേഷണം പോയില്ലെന്ന് ആക്ഷേപം കൂടി ഉയർത്തിയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതി വരെ കുടുംബം എത്തിയത്. ഇപ്പോൾ ഏറ്റവും ഒടുക്കം CBI അന്വേഷണം ശുപാർശ ചെയ്യുന്നു. കേസ് ഏറ്റെടുക്കണോ വേണ്ടയോ എന്ന് CBI തീരുമാനിക്കും. എന്തായാലും കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഈ വിഷയത്തിൽ ചെയ്യാനാവുന്നതിന്റെ പരമാവധി ചെയ്തിരിക്കുന്നു. അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്? ഉറപ്പായിട്ടും. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പെട്രോൾ പമ്പ് ഉടമ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അതിലായിരുന്നു പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായത്. ഏതായാലും CPIMനെ ഏറെ പ്രതിരോധത്തിലാക്കിയ ADM നവീൻ ബാബുവിന്റെ മരണമാണ് UDF സർക്കാർ ആദ്യമായി CBIക്ക് വിടുന്ന കേസ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് പോലീസ് അന്വേഷണത്തിലെ അതൃപ്തി അറിയിച്ചത്. ഇതിന് പിന്നാലെയാണ് CBI അന്വേഷണം പ്രഖ്യാപിച്ച് വിജ്ഞാപനം ഇറക്കാനുള്ള സർക്കാർ നീക്കം. ഇനി CBI ആണ് കേസിൽ തീരുമാനമെടുക്കേണ്ടത്. കുടുംബത്തിന്റെ അടക്കം പ്രതികരണം നമ്മൾ കേട്ടു. 2024 ഒക്ടോബർ 15-നാണ് നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കണ്ണൂർ കളക്ടറേറ്റിലെ ADM ആയിരുന്ന നവീൻ ബാബുവിന് പത്തനംതിട്ട കളക്ടറേറ്റിലേക്ക് സ്ഥലമാറ്റം ലഭിച്ചതിൽ നടന്ന യാത്രയയപ്പ് യോഗത്തിലാണ് CPM നേതാവായിരുന്ന PP ദിവ്യ കൈക്കൂലി ആരോപണം ഉന്നയിച്ചത്. ഇക്കാര്യത്തിൽ നവീൻ ബാബു മാനസികമായി വലിയ സമ്മർദ്ദത്തിലായിരുന്നു. ഏതായാലും പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലെ 13 പിഴവുകൾ ചൂണ്ടിക്കാട്ടി തുടരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതിയെ സമീപിച്ചു. പിന്നാലെ 13 സാക്ഷികളെ പുതുതായി ചേർത്ത് കേസിൽ തുടരന്വേഷണ റിപ്പോർട്ട് കണ്ണൂർ ടൗൺ പോലീസ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ അന്വേഷണം CBIക്ക് വിടാനുള്ള സർക്കാർ തീരുമാനം. ഏതായാലും ഇന്ന് രാത്രിയോ നാളെയോ ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തിറക്കിയേക്കുമെന്നുള്ള വിവരങ്ങൾ അത് സെക്രട്ടേറിയറ്റിൽ നിന്ന് വരുന്നുണ്ട്. കേസ് അന്വേഷിക്കണമോ വേണ്ടിയോ എന്ന് ഇനി CBI തീരുമാനിക്കും. സർക്കാർ ശുപാർശ ഉടൻ പുറത്തിറക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.